വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അഖില മിസ് ആണ്. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നത് നമ്മുടെ ബേസിക് സയൻസിന്റെ എക്സാം ഇതാ വന്നെത്തിയിരിക്കുകയാണ് അല്ലെ. നാളെ നമ്മുടെ ബേസിക് സയൻസ് എക്സാം ആണ്. സോ ഇനി നമ്മുടെ മുമ്പിലുള്ള സമയം എന്ന് പറയുന്നത് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ളതാണ്. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നാളത്തെ പരീക്ഷയ്ക്ക് മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സോ എന്റെ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഓരോ ക്വസ്റ്റ്യൻസും പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആദ്യത്തെ ചോദ്യം നോക്കാം നമുക്ക്. ചോദ്യം ഇതാണ്: ദ ന്യൂട്രിയൻസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഫുഡ് ഐറ്റംസ് ആർ ഗിവൺ ഇൻ ദ ബോക്സ് ബിലോ. അതായത് നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബോക്സിൽ തന്നിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, റിക്വയർഡ് ക്വാണ്ടിറ്റി, അതായത് എത്രത്തോളം നമുക്ക് ആവശ്യമാണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിലേക്ക് മാറ്റി എഴുതണം. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ളത് എന്തൊക്കെയാന്ന് നോക്കാം നമുക്ക്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിച്ചിരിക്കുക മക്കള്. കൊഴുപ്പ് തന്നിട്ടുണ്ട് അല്ലെ, ഫാറ്റ് തന്നിട്ടുണ്ട്, ധാന്യകം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ നമ്മുടെ മാംസ്യം ഉണ്ട്, ആൻഡ് അതുപോലെ തന്നെ വിറ്റാമിനുകളും മിനറൽസും അല്ലെ, ധാതുക്കളും തന്നിട്ടുണ്ട്. ഇനി തന്നിരിക്കുന്ന ഡയഗ്രാം നോക്കിയേ നിങ്ങൾ. അവിടെ ഒരെണ്ണം മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലെ. വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് എവിടെയാണെന്നുള്ളത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ബാക്കി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം, ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഫുഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അല്ലെ, നമ്മുടെ എനർജിക്കൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ന്യൂട്രിയന്റ് ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ധാന്യകം അഥവാ കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ ഈ ഒരു പോർഷൻ, ഈ 1 എന്ന് പറയുന്ന നമ്പറിന്റെ അടുത്ത് നമുക്ക് എന്ത് എഴുതാം, കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ എഴുതുന്നത് അല്ലെ, കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ എന്താണ് മലയാളത്തിലാണെങ്കിൽ ധാന്യകം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതാം. ഇനി രണ്ടാമത് മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കി. ഇതിപ്പോ ഒന്നാമത്തെ സ്ഥാനം നമ്മൾ അവർക്ക് കൊടുത്തു അല്ലെ. അപ്പൊ രണ്ടാമത്തത് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, നമ്മുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ പ്രോട്ടീൻ ആണ്. സോ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻ അഥവാ എന്താണ് മലയാളത്തിലാണെങ്കിൽ നമ്മുടെ മാംസ്യം. ഓക്കെ, മാംസമല്ല മാംസ്യം അല്ലെ, പ്രോട്ടീൻ അല്ലെങ്കിൽ മാംസ്യം എന്ന് നമുക്ക് എഴുതാം. ഇനി വിറ്റാമിൻ ആൻഡ് മിനറൽസ് നമുക്ക് വേണ്ടതാണ്, അതവിടെ തന്നിട്ടുണ്ട്. ലാസ്റ്റ് നിങ്ങൾ നോക്കിയേ, ഏറ്റവും കുറഞ്ഞ അളവിൽ നമുക്ക് ആവശ്യമുള്ളത് മൂന്നാമത്തെ, ഇത് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നതിൽ മൂന്നാമത്തതായിട്ട് നമ്മൾ ആരെ കൊടുക്കണം, മൂന്നാമത്തത് ഇൻ ദ സെൻസ് മിസ് പറഞ്ഞത് ഈ 3rd നമ്പർ ആണ്. ഓക്കെ, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞു, പ്രോട്ടീൻ മാംസ്യം കഴിഞ്ഞു, അത് കഴിഞ്ഞ് വിറ്റാമിൻസ് ആൻഡ് മിനറൽസ് ആണ്. അത് ഓൾറെഡി ക്വസ്റ്റ്യനിൽ അവർ തന്നിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഫില്ല് ചെയ്യാനുള്ള ഒരാളുണ്ട്, അതാരാണ്, യെസ് നമ്മളുടെ ഫാറ്റ് ആണ് അല്ലെ. ഇവിടെ നമുക്ക് ചെറുതാക്കി എഴുതാം, നമ്മുടെ ഫാറ്റ് നമ്മുടെ കൊഴുപ്പാണ്. കാരണം ഏറ്റവും കുറഞ്ഞ അളവിൽ മതി നമുക്ക് എന്ത്, കൊഴുപ്പ് എന്ന് പറയുന്നത്. പക്ഷെ ആ കുറഞ്ഞ അളവിൽ അത് നമുക്ക് അത്യാവശ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ചില വിറ്റാമിൻസ് ഒക്കെ കൊഴുപ്പിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസോൾവ് ആവുന്നുള്ളൂ അല്ലെ. അപ്പൊ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഡയഗ്രാം നമുക്ക് ഈ കാണുന്ന പോലെ കംപ്ലീറ്റ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ്, ഈ പറയുന്ന ന്യൂട്രിയൻസ് പോഷക ഘടകങ്ങളെ കുറിച്ച് പഠിക്കുന്നതാണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ മക്കള് പോയിന്റ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അല്ലെ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. നെയിം എനി വൺ ഫുഡ് ഐറ്റം ദാറ്റ് കണ്ടെയ്ൻസ് ഫൈബർ. യെസ്, ഫൈബറിനെ പറ്റിയാണ് പറഞ്ഞത്. നമുക്കറിയാം അല്ലെ, പോഷകേതര ഘടകം, നോൺ ന്യൂട്രിയൻ ഫാക്ടർ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നതാണ് ഫൈബറും വാട്ടറും ഒക്കെ. വാട്ടറിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഫൈബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റത്തിന്റെ പേരും അതിന്റെ ഇമ്പോർട്ടൻസും ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ, നമ്മുടെ വാഴയുടെ അതിന്റെ എന്താണ് പ്ലാന്റെയിൻ, അതിന്റെ സ്റ്റെം ആയിക്കോട്ടെ, നമ്മൾ വാഴത്തട്ട അല്ലെങ്കിൽ വാഴക്കാമ്പ് എന്നൊക്കെ പറയാറുണ്ട് അല്ലെ, ആ സ്റ്റെമ്മും ആ ബഡും. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്താണ്, ഈ പറയുന്ന ഫൈബർ റിച്ച് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് എന്താണ് ലീഫി വെജിറ്റബിൾസ് അല്ലെ, അതിന്റെ എന്താണ് ഇലക്കറികളൊക്കെ തന്നെ എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് എന്താണ്, യെസ് നമ്മുടെ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ടല്ല, അതിനപ്പുറത്തേക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെയൊക്കെ യെസ് അതിന്റെ എക്സ്ക്രീഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് അല്ലെ. അവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളാണ് എന്ത്, യെസ് നമ്മളുടെ ഫൈബർ എന്ന് പറയുന്നത്. നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിൽ വെച്ചിട്ട് അല്ലെങ്കിൽ വൻകുടലിൽ വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ വിസർജ്യ വസ്തുക്കളുടെ സഞ്ചാരമൊക്കെ വളരെ ഈസി ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഫൈബർ ആണ്. അതുകൊണ്ടാണ് ഫൈബർ അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മൾ എപ്പോഴും ഫുഡിന്റെ നമ്മൾ കഴിക്കുന്ന ഡയറ്റിൽ എന്ത് ചെയ്യണം, ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. അത് ഇലക്കറികളായിട്ടാണെങ്കിലും ഈ പറഞ്ഞ ഉണ്ണിത്തട്ട, ഉണ്ണിക്കാമ്പ് അല്ലെ, നമ്മുടെ പ്ലാന്റിന്റെ ബഡ്, സ്റ്റെം ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാം. പല വെജിറ്റബിൾസിലും ഈ പറഞ്ഞിട്ടുള്ള ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നമ്മൾ അതിന് എന്ത് ചെയ്യുന്നു, ആൻസർ എഴുതുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏതാണ് നോക്കാം അല്ലെ. ഫൈൻഡ് ഔട്ട് ദ ഡിസീസസ് കോസ്ഡ് ബൈ മിനറൽ ഡെഫിഷ്യൻസി ഫ്രം ദ ഗിവൺ ബോക്സ്. യെസ്, മിനറൽ ഡെഫിഷ്യൻസി ധാതു ലവണങ്ങളുടെ
അപര്യാപ്തത കൊണ്ട്, അതിന്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഡിസീസ് കണ്ടുപിടിക്കാനാണ് ഈ ബോക്സിൽ നിന്ന്. നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തതയുണ്ട്, നമുക്കറിയാം അത് എന്തല്ല, ധാതുലവണമല്ല, വിറ്റാമിന്റെ അഭാവമാണ് അല്ലെ. അതുപോലെ സ്കർവി വിറ്റാമിൻ ആണ്. യെസ്, അനീമിയ അല്ലെ, അനീമിയ, ഗോയിറ്റർ രണ്ടും എന്താണ്, മിനറൽ ധാതുലവണങ്ങളുടെ അഭാവം കൊണ്ടുണ്ടാവുന്ന അസുഖങ്ങളാണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടുപിടിച്ചെഴുതുന്നു. പിന്നെ മൗത്ത് സോഴ്സ്, വായ്പുണ്ണ്, അതും ഈ പറഞ്ഞ പോലെ വിറ്റാമിൻ ആണ് അല്ലെ. അപ്പൊ മിനറൽസിന്റെ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അത് ഏതൊക്കെയാണുള്ളത്, അനീമിയയും ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, ഗോയിറ്ററും ഉണ്ട്. രണ്ടും എന്താണ്, മിനറൽസിന്റെ ആണ്. ബാക്കിയെല്ലാം എന്തായിരുന്നു, വിറ്റാമിൻ എയും ബിയും സിയും ഡിയും ഒക്കെ കുറയുന്നതിനുള്ള ഡെഫിഷ്യൻസി ഡിസീസസിന്റെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള അനീമിയയും ഗോയിറ്ററും ആണെങ്കിൽ അനീമിയ എന്ന് പറയുന്നത് എന്തായിരുന്നു, അയേൺ ഡെഫിഷ്യൻസി ആയിരുന്നു. ഗോയിറ്റർ എന്ന് പറയുന്നത് നമ്മുടെ അയഡിന്റെ ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പൊ അയേണും അയഡിനും എന്താണ്, മിനറൽ ആണ് അല്ലെ, ധാതു ലവണങ്ങളാണ്, വിറ്റാമിൻ അല്ല. അതുകൊണ്ടാണ് ഇതിന്റെ ആൻസർ ആയിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്തിട്ടുള്ളത്, ചൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഈ ടേബിൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പല രീതിയിൽ, പല ടൈപ്പിൽ, പല ഇയേഴ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളും എന്ത് ചെയ്യുന്നുണ്ട്, നാളത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആണ്, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. അപ്പൊ ചിലപ്പോൾ അവർക്ക് ഇതൊക്കെ മിസ്സായിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടതാണ് അല്ലെ. സോ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളുടെ 6th സ്റ്റാൻഡേർഡിലുള്ള എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് മക്കൾ മറക്കരുത്. ആൻഡ് മക്കളുടെ അടുത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടെ മിസ് പറയാണ്. നമ്മുടെ ക്രിസ്മസ് ഓഫറിന്റെ കാര്യമൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ആൻഡ് നമ്മൾ ഇതാ നമ്മുടെ വജ്ര ബാച്ചിൽ, നമ്മുടെ ക്ലാസ് 6 സ്റ്റുഡൻസിനായിട്ടുള്ള നമ്മുടെ സ്വന്തം ഓൺലൈൻ ട്യൂഷൻ സെന്റർ അല്ലെങ്കിൽ ട്യൂഷൻ ബാച്ച് ആണ് നമ്മുടെ വജ്ര എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ വജ്ര ബാച്ചിൽ ഇതാ എൻ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ആനുവൽ എക്സാമിലേക്ക് അടിപൊളിയായിട്ട് നമ്മുടെ റിവിഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പൊളിയായിട്ട് സെറ്റ് ആക്കാനായിട്ട് നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. അപ്പൊ എൻ ഗെയിമിൽ ജോയിൻ ചെയ്യാനായിട്ട് വജ്ര ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടാവില്ലേ, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്കും എത്തിക്കുക. മിസ് പറഞ്ഞ കാര്യം മറക്കണ്ട, അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ നാളത്തെ എക്സാം എഴുതുക. ഫുൾ കോൺഫിഡൻസോട് കൂടിയിട്ട് തന്നെ എഴുതുക. ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാടാ. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.